ഇന്ന് പൂങ്കുന്നത്തുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. മിക്ക സ്ഥലങ്ങളിലേക്ക് ഒരു 2-2.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ റൗണ്ടിലേക്കായാലും വടക്കേഷനിലേക്കായാലും എത്താൻ കഴിയുന്ന ഒരു വീട്, ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു വീട് തന്നെയാണ്. അത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. 2020 അവരോട് താമസം നൽകിയത്. മാക്സിമം ഒരു 4 വർഷത്തെ പഴക്കം മാത്രമുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ആ ഗേറ്റ് പോലും ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. ഓക്കെ, ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്. അതിന് ഉടമ ചോദിക്കുന്ന വില ഫുള്ളി ഫർണിഷ് ഇൻക്ലൂഡിങ് ഫർണിഷിംഗ് ഐറ്റംസ് ആണ്. അവരവിടുന്ന് ജനറേറ്ററും ക്രോക്കറി ഐറ്റംസും മാത്രമേ കൊണ്ടുപോകുള്ളൂ. എല്ലാം കൂടിയിട്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. അവരുടെ സ്വന്തം ആവശ്യത്തിന് വെച്ചതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ലാൻഡ് പ്രൈസിന്റെ ഫെയർ വാല്യൂ തന്നെ 10 ലക്ഷം 11 ലക്ഷത്തിന്റെ അടുത്ത് ഫെയർ വാല്യൂ തന്നെയുണ്ട്. ഒരു സിംഗിൾ ഫ്ലോറിലാണ് വീട് പണിതിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണത്. ഓക്കെ, 12 സെന്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ്. സിംഗിൾ ഫ്ലോർ ആണ്, 1700 സ്ക്വയർ ഫീറ്റിൽ ഉള്ളത്. 2 ബെഡ്റൂമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് എത്ര വേണമെങ്കിലും ബെഡ്റൂമുകൾ എടുക്കാം. മുകളിലേക്കുള്ള സ്റ്റെയർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിമനോഹരമായി പണിതിട്ടുള്ള ഒരു വീട്. ചെടികളും മരങ്ങളും എല്ലാം ഞാൻ പറഞ്ഞില്ല, നല്ല മനോഹരമായിട്ട് പണിതിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അത് അവരുടെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മരങ്ങളായാലും ഫർണിച്ചർ ഐറ്റംസ് ആയാലും എല്ലാ കാര്യങ്ങളും. 12 സെന്റ് സ്ഥലമുണ്ട്. ഒരു 3-4 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. പാർക്കിംഗ് സ്പേസ് ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അവർ അതിനനുസരിച്ച് 3-4 കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് ആ ചെടിച്ചട്ടികളും മറ്റൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 കാറുകൾ സുഗമമായി പാർക്ക് ചെയ്യാം. ഈ കെട്ടിയിട്ടുള്ളതാണ് കിണറാണ്. അതിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് കിണറും കൊണ്ട്. വീടിന്റെ മനോഹാരിത അത് നിങ്ങൾ എന്റെ ഈ വീഡിയോയ്ക്കാട്ടി നിങ്ങൾ വന്ന് കാണുമ്പോഴേ ആ മനോഹാരിതയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് അവർ ആ വീട്ടുടമസ്ഥർ അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ വീടിന്റെ ഒരു ഇത് കാണിച്ചിരിക്കുന്നതാണ്. അത് മുകളിലൊക്കെ RC വാർത്ത് ഗ്രില്ലടിച്ച് ഓടിട്ട് ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് വരുത്തിയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കൊരു 11 ലക്ഷം ഫെയർ വാല്യൂ എന്ന് വെച്ചാൽ 12 സെന്റ് സ്ഥലത്തിന് 1,20 ലക്ഷം രൂപയായി. 1700 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നതിനുള്ള ചെലവുകൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്, 1,65 ലക്ഷത്തിന്. പക്ഷെ ഒരു ഫാൻസി പ്രൈസോ ഒന്നുമല്ല. പിന്നെ 2 സൈഡിലും റോഡ് വരുന്നുണ്ട്, ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും. ബാക്കിലൂടെയും നമുക്ക് വേണമെങ്കിൽ കണ്ട വേറെ റോഡുണ്ട്, വേറെ സ്ട്രീറ്റിലൂടെ വരുന്ന റോഡാണ്. വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, കോർപ്പറേഷൻ വാട്ടറും ഉണ്ട്. അവരിപ്പോൾ 2 പേരുള്ള വീട്ടിൽ, അപ്പോൾ കോർപ്പറേഷൻ വാട്ടറാണ് അവർ ഉപയോഗിക്കുന്നത്. നേരെ പ്യൂരിഫൈ ചെയ്തിട്ട് എല്ലാ ടാപ്പിലും ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും വരിക. മാവുകളും ചെടികളും എല്ലാ ആവശ്യങ്ങൾക്കും. വീടിന്റെ ചുറ്റുവശമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വീടിന്റെ ബാക്കിലും സ്ഥലമുണ്ട്, ഫ്രണ്ടിലും സ്ഥലമുണ്ട്, സൈഡുകളിലും ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും. അത് ഞാൻ ഞാൻ പറയുന്നത് വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാവുള്ളൂ. ചെടികളൊക്കെയാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇനി വീടിന്റെ ഉള്ളിൽ ഒന്ന് കയറി കാണാം. ഉള്ളിൽ വരുന്ന ലിവിംഗ്, ഡൈനിങ്, 2 ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം, ഒരു കിച്ചൺ, വർക്ക് ഏരിയ, അവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പേസ് ആണ് സിംഗിൾ ഫ്ലോറിൽ. മുകളിലേക്ക് സ്റ്റെയർ ഇട്ടിട്ട് അവിടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നു. അവരുടെ ഫ്ലോറിംഗ് മുതൽ അവരുടെ ഓരോ ഫില്ലറിന്റെ തൂണുകളുടെ ഡെക്കറേഷൻ വരെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഇന്റീരിയൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസ് വരെ ഒക്കെ അവരുടെ ഇഷ്ടത്തിന്. അത് ക്ലാസിക് ലുക്കിൽ തന്നെയാണ്. അവരുടെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് തന്നെ അതൊന്നും അവർ കൊണ്ടുപോകാൻ പോകുന്നതല്ല. അപ്പൊ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ ആസിറ്റീസ് എങ്ങനെയാണോ ഇപ്പൊ നിങ്ങൾ ഈ വീട് കാണുന്നത് അതുപോലെ ആയിരിക്കും. ഫ്രണ്ടിലൊരു ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ട്. ഡോറെല്ലാം തേക്കിന്റെ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. തൂണിലൊക്കെ പണികൾ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഫ്ലോറിംഗ് ആയാലും എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ വീടുകൾ വെക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ വെച്ചിട്ടുള്ളൊരു വീടാണ്. നമുക്ക് നേരെ ലിവിങ് ഏരിയയും ഡൈനിങ്ങും. ലിവിങ് കം ഡൈനിങ് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയ ആ ഫർണിഷ്ഡ് എല്ലാം AC ഉള്ളതും എല്ലാം എവിടെയാണ്. ഡൈനിങ് ഹാൾ, ഡൈനിങ്, ഫാൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എല്ലാ സാധനങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസും ഒരു റീസണബിൾ ആയിട്ടുള്ള വിലയാണ്. ഇപ്പോൾ ഈ ഫർണിച്ചേഴ്സ് ആയാലും ഡെക്കറേഷൻ ചെയ്ത് ചേർന്നാലും എല്ലാ TV യൂണിറ്റ്സ്
ഇവിടെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേഷൻ ചെയ്യാം. ഡൈനിങ് ഹാളിൽ നിന്ന് സെപ്പറേഷൻ ചെയ്യാൻ നമുക്കൊരു യൂണിറ്റ്സ് വല്ലതും ഡിസൈൻ ചെയ്താൽ മൾട്ടിവുഡിലോ മറൈൻ പ്ലൈവുഡിലോ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേഷൻ ആക്കാം. ഇപ്പോൾ അത് 6 ചെയറിൻ്റെ വിശാലമായിട്ട് എല്ലാവരും സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ ഇതാണ് ലിവിങ് കം ഡൈനിങ്. ഓരോ കാര്യങ്ങളും അത്രയും വെൽ മെയിൻറ്റെയിൻഡും കൂടിയാണ്. നമ്മൾ ഈ 4 വർഷം എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻഡ്, ഈവൻ ടോയ്ലറ്റ്സ് വരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒന്നും നിങ്ങൾക്ക് ഇതിൽ മാറ്റേണ്ട ആവശ്യമില്ല. വന്നു താമസിച്ചു, അത്ര മാത്രമേ ഇതിലുള്ളൂ. ലിവിങ് ഏരിയയിലും AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഐറ്റംസ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഇത് ഡൈനിങ് ടേബിൾ. ഇതൊക്കെ ഈ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു വില കണ്ടുപിടിക്കാം. പിന്നെ 1700 സ്ക്വയർ ഫീറ്റ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ, പിന്നെ ട്രഡീഷണൽ ലുക്ക് ആവണമെങ്കിൽ വേറെ എക്സ്പെൻസുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഞാൻ പറഞ്ഞില്ല, ഒരു 11 ലക്ഷത്തിൻ്റെ താഴെ അല്ലെങ്കിൽ 10 to 11 ലക്ഷം, 11 ലക്ഷം തന്നെ വെച്ചോളൂ. ഫെയർ വാല്യൂ ഉള്ള ഒരു മേഖലയാണ് ഇത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് നേരെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, മുകളിലേക്കുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ്. 2 സൈഡിലാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂമുകൾ രണ്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ ആ കയറി വരുന്ന ഇവിടെയായിട്ടും ഒരു ബെഡ്റൂം, ആ ക്രോക്കറി ഇതിൻ്റെ ഇവിടെയായിട്ട് ഒരു ബെഡ്റൂം കാണിച്ചു തരാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ്. കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിലാണ്. ആസ് ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞില്ല, എങ്ങനെയാണോ ഇത് കിടക്കുന്നത് അതേപോലെയാണ് അത് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് അവർ. അതിലും AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്ന് AC വരും തോന്നുന്നു. കൂടുതൽ ഞാൻ കബോർഡുകൾ കാണിക്കുന്നില്ല, അവരുടെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട്. ബാത്റൂംസ് നോക്കിക്കോളൂ, വളരെ സ്പേഷ്യസ്, സെപ്പറേറ്റഡ് ആണ്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റഡ് ആണ്. റൂഫ് മുകളിൽ വരെ 11 അടിയിലും വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വന്ന് കണ്ടാൽ, ഈ വീഡിയോയിൽ ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഒന്നും ചെയ്യാനില്ല. ടോയ്ലറ്റിൽ ഫാൻ അടക്കം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവരുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും അത്രയും ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു വെൽ മെയിൻറ്റെയിൻഡും കൂടിയാണ്, മനസ്സിലായില്ലേ? ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം. ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. മുകളിൽ നിങ്ങൾക്ക് ഇനി എത്ര വേണമെങ്കിലും ബെഡ്റൂമിൽ എടുക്കാം കേട്ടോ. മൊത്തം ഈ 1700 സ്പേസ് മുകളിൽ മുഴുവൻ കിടക്കുകയാണ്. അവിടെ ബെഡ്റൂം എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ അവർക്ക് അവിടെ ആവശ്യമുള്ളത് 2 ബെഡ്റൂമിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ ലെവലിലൊരു ട്രഡീഷണൽ വീടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലും AC ഉണ്ട്. കബോർഡ് വർക്കുകൾ, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. ഇവിടെയും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വീടിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൃശ്ശൂർ ഹോംസിന്റെ ഓൺലൈൻ നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് കിച്ചൺ കാണിച്ചു തരാം. ഇവിടെ വാഷ് ബേസിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ അതിമനോഹരമായിട്ട് തന്നെയാണ് കിച്ചൺ പണിതിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനികളും കൊടുത്തിട്ടുണ്ട്. ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ്, ഫുൾ വുഡൻ കബോർഡ് വർക്കുകളാണ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വെൽ മെയിൻറ്റെയിൻഡ് എന്ന് നമുക്ക് ശരിക്കും പറയാം. ഫ്ലോറിംഗ് ആയാലും ഒരു എല്ലാ കാര്യങ്ങളും. ഇനി തൊട്ടപ്പുറത്തൊരു വർക്ക് ഏരിയ പ്ലസ് ചെറിയ കിച്ചൺ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വർക്ക് ഏരിയ. അവിടെ ഒരു ചെറിയ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളും അവിടെയും വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിലുള്ള പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. നേരെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് വന്നിട്ടുള്ള ആ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തെത്തും. ഇത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. അപ്പൊ ഇതില് കാര്യമായിട്ട് ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു വർക്കുകളോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല.
ആ രീതിയിലാണ് ഇതിൻ്റെ എല്ലാ പണികളും കഴിച്ചിരിക്കുന്നത്. അത് അടച്ചിരിക്കുകയായിരുന്നു അപ്പുറത്ത്, അതുകൊണ്ടാണ് ഞാനത് തുറക്കാതിരുന്നത്. ഇനി നമുക്ക് റൂഫിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയറിലൂടെ റൂഫിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ ഉണ്ടോ, എല്ലാ സ്റ്റെയറിൻ്റെ വുഡൻ വർക്കുകളൊക്കെ എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വുഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി മേടിക്കുന്ന ആൾക്കാർ ഇതിനും കൂടുതൽ മനോഹരമാക്കണമെങ്കിൽ അത് അവർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്കൊരു എൻട്രൻസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊടുത്തിട്ടുള്ളത്. റെസ്റ്റ് കൂടുതൽ റൂമുകൾ 2 റൂമുകൾ കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഹാൻഡ് ഡ്രില്ലുകളൊക്കെ പൊക്കി, ആ ഓടിൻ്റെതെല്ലാം പൊക്കി, ഷീറ്റുകളെല്ലാം ഒന്ന് പൊക്കി അതിലേക്കൂടെ നമുക്ക് കട്ട വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പുതിയ റൂമുകൾ നമുക്ക് തിരിക്കാവുന്നതാണ് എത്ര വേണമെങ്കിലും. ഇവിടെയും ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്രഡീഷണൽ ലുക്കിലാക്കുന്നതിനാണ്, ഒരു സാധാരണ ഓട് വീടിൻ്റെ ഇത് ആക്കുന്നതിനാണ് ഇവിടെ ഇങ്ങനെ വാർത്തിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളോ സ്ഥലങ്ങളോ കൊടുക്കാനോ വാങ്ങാനോ ഉള്ളവർ തൃശ്ശൂർ ഹോംസുമായി ബന്ധപ്പെടുക. താങ്ക് യു.